ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാസ് നായകനായി നാഗാശുൽ സംവിധാനം ചെയ്ത് ജൂൺ 27 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് കൽക്കി 2898 AD. ലോകമെമ്പാടുമായി വൻ തരംഗമായി മാറി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഒരു സയൻസ് ഫിക്ഷൻ വാർ ആക്ഷൻ ഡ്രാമ ഫാന്റസി വിഭാഗത്തിൽ വരുന്ന ഈ സിനിമ അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ദീപിക പദുക്കോൺ, അന്നാബൻ, ദുൽഖർ സൽമാൻ, വിജയ് ദേവരകൊണ്ട എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ ഞായറാഴ്ചയോടെ ആദ്യ 4 ദിവസം പിന്നിട്ട് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ലോകമെമ്പാടുമായി 500 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. കേരളത്തിലും ഈ ചിത്രം ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുത്തിരിക്കുകയാണ്. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് വിതരണം ഏറ്റെടുത്തിരുന്ന ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 2,86 ലക്ഷം രൂപയായിരുന്നു. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 2,73 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാം ദിവസമായ ശനിയാഴ്ച ഈ ചിത്രത്തിന്റെ കളക്ഷനിൽ വർധനവാണ് സംഭവിച്ചത്. 3,11 ലക്ഷം രൂപയാണ് ഈ ചിത്രം മൂന്നാം ദിവസം കേരളത്തിൽ നിന്ന് നേടിയെടുത്തത്. ആദ്യ 3 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി 8,70 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 4,50 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെയും ഈ ചിത്രത്തിന് 100-ലേറെ എക്സ്ട്രാ ഷോകൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ ഞായറാഴ്ചയിലെ കളക്ഷൻ 5 കോടിയിലെത്തിയാലും അത്ഭുതമില്ല. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 13 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 5-5.5 കോടി റേഞ്ചിൽ തിയേറ്റർ റൈറ്റ്സ് സ്വന്തമാക്കിയ വേഫെയർ ഫിലിംസിന് ക്ലീൻ ഹിറ്റ് വിജയം കേരളത്തിൽ നേടിയെടുക്കാൻ 12 കോടി രൂപയാണ് കളക്ട് ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ ചിത്രത്തിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് മറികടന്ന് ലാഭകരമായ ബിസിനസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം ഈ ചിത്രം ലോകമെമ്പാടുമായി 191,50 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയതെങ്കിൽ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 107 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 298,50 ലക്ഷം സ്വന്തമാക്കിയ സിനിമ മൂന്നാം ദിവസമായ ശനിയാഴ്ച ഈ ചിത്രം ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 116,50 ലക്ഷം രൂപയാണ്. ഇതോടെ ഈ ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 415 കോടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. ചിത്രത്തിന്റെ 3 ദിവസത്തെ 415 കോടി രൂപയുടെ ഔദ്യോഗിക പോസ്റ്റർ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി 4-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 125-30 കോടി റേഞ്ചിൽ കളക്ഷൻ ഇന്നലെയും ഈ ചിത്രം ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യ 4 ദിവസം കൊണ്ട് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ ചിത്രം ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 540 കോടിക്ക് മുകളിലാണ്. 600 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് മറികടക്കാൻ നേടിയെടുക്കേണ്ടത് 750 കോടി രൂപയാണ്. ഇന്ന് തിങ്കളാഴ്ച മുതൽ ഈ ചിത്രത്തിന്റെ കളക്ഷൻ നിർണായകമാണെങ്കിലും വരുന്ന 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ചിത്രം 750-800 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി കൽക്കി എന്ന സിനിമ 1000 കോടി ക്ലബിൽ എന്ന് എത്തപ്പെടും എന്ന വാർത്തയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അഥവാ ഈ ചിത്രം 1,500 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള അഭിപ്രായം നിങ്ങൾ പ്രേക്ഷകർ അറിയിക്കുക. ഒപ്പം ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.